ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമുക്ക് 4 കാര്യങ്ങളാണ് നാളത്തെ വിശുദ്ധ കുർബാനയിൽ തിരുക്കാസയിൽ സമർപ്പിക്കാനുള്ളത്. സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുന്നു, ഹൃദയം നിർമ്മലമാക്കി പാപത്തിൽ നിന്ന് ശുദ്ധി നേടുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണമെന്ന്. രണ്ടാമത്തെ കാര്യം, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഈശോ പറഞ്ഞു. വീണ്ടും അവിടുന്ന് പറയുന്നു, അവിടുത്തെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലെ വചനത്തിലൂടെ നമ്മെ വിശുദ്ധീകരിക്കണമേ. വചനം കൊണ്ട് എന്നെ സുഖപ്പെടുത്തണമേ. വചനമയച്ചാണ് അവിടുന്ന് സുഖപ്പെടുത്തിയത്. അപ്പോൾ ഈശോയോട് പറയാം, നമ്മുടെ അസുഖങ്ങളിൽ നിന്ന് സൗഖ്യം നേടാനായിട്ട് അവിടുത്തെ വചനം എന്നിൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാലാമത്തെ കാര്യം, പിതാവായ ദൈവത്തിൻ്റെ അതിരറ്റ വാത്സല്യത്തെക്കുറിച്ചും നമ്മോടുള്ള കരുതലിനെക്കുറിച്ചും പുത്രനായ ദൈവത്തിന് നമ്മളുടെ മേലുള്ള പരിപാലനയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും നാം മറ്റുള്ളവരോട് സംസാരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനും പോയി സുവിശേഷം പ്രഘോഷിക്കപ്പെടുവാൻ അവിടുന്ന് ശിഷ്യന്മാരെ ഒരുക്കിയതുപോലെ തന്നെ ഈശോ ആഗ്രഹിക്കുന്നത് നാമും അപ്രകാരം ചെയ്യണമെന്ന്. അതിനായി വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ നടക്കുവാൻ അവിടുന്ന് തരുമെന്ന് പറയുന്നു. നാം ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മുടെ കാലിടറാതെ, മനസ്സ് പതറാതെ നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്ന ഈശോയായിരിക്കും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.